നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ ചെമ്പഴന്തിയിൽ 5ാം ക്ലാസ്സുകാരന് മർദ്ദനമുണ്ടായിരിക്കുന്നു. അമ്മയും സുഹൃത്തും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി ഉയർന്നത്. മുമ്പും സമാന രീതിയിൽ മർദ്ദനമേറ്റതായും വിദ്യാർത്ഥി പറയുന്നു. അമ്മ അടിച്ചു. എന്റെ മാ പറഞ്ഞ ഇഷ്ടമില്ലെന്ന് പറഞ്ഞപ്പോ വീണ്ടും അടിച്ചു. പിന്നെ ഞാൻ താഴെ വീണപ്പോ വീണ്ടും അടിച്ചു. കാലിലും പിന്നെ ഇവിടുത്തെ മുട്ടിലും ഈ കയ്യിലും അടിച്ചു. പിന്നെ തൊങ്ങിയിൽ കയറി പിടിച്ചു. പിന്നെ ഒരു വട്ടം അടിക്കാന്ന് പറഞ്ഞ ഓടാൻ നേരത്തെ ഇവിടെയൊക്കെ കയറി പിടിച്ചു. കാരണം ട്യൂഷന് മാത്രമേ കൊണ്ട് പിന്നെ ആ മാമ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. മീര മനോഹരനുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. മീര, എന്താണ് ഈ സംഭവം? സംഗീത, തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു ക്രൂരമർദ്ദനത്തിന്റെ വാർത്ത വരുന്നത്. ചെമ്പഴന്തി സ്വദേശി തന്നെയായിട്ടുള്ള 5ാം ക്ലാസ്സുകാരൻ സനുഷിനാണ് ഇത്തരത്തിൽ അമ്മയും അമ്മയുടെ സുഹൃത്തും ചേർന്ന് മർദ്ദിച്ചത്. എന്തായാലും കുട്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പോത്തങ്കോട് സെന്റ് തോമസ് സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സനുഷ്. ചൂരൽ കൊണ്ട് കുട്ടിയുടെ 2 കാലും കൈയും അടിച്ചു പൊട്ടിച്ചു എന്നുള്ളതാണ് കുട്ടി തന്നെ പറയുന്നത്. നേരത്തെയും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ അമ്മ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊരു മൊഴിയും കുട്ടി പറയുന്നുണ്ട്. ഈ അമ്മ മാത്രമല്ല, അമ്മയുടെ കൂടെയുള്ള സുഹൃത്തും തന്നെ മർദ്ദിക്കാറുണ്ട് എന്നുള്ള ഒരു വിവരവും വരുന്നു. എന്തായാലും ഈ കുട്ടി സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ട്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് ഇന്നലെ ഇത്തരത്തിലൊരു മർദ്ദനത്തിലേക്ക് എത്തിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മർദ്ദന വിവരം ഈ കുട്ടി അച്ഛന്റെ അടുത്ത് പറയുകയും അച്ഛനാണ് ഇത്തരത്തിൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലും അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. ഈ അച്ഛൻ ദീർഘകാലം പ്രവാസിയായിരുന്നു. അതിനുശേഷം ഇവർ വേർപിരിച്ച് താമസിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കുട്ടിയെ അമ്മയും അമ്മയുടെ സുഹൃത്തും ചേർന്ന് മർദ്ദിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നേരെ അല്ലെങ്കിൽ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അത് സ്ഥിരം വാർത്തയാവുന്ന ഒരു സാഹചര്യമാണ്. തിരുവനന്തപുരത്തു നിന്നുമാണ് ഏറ്റവും ഒടുവിലായുള്ള വിവരം വരുന്നത്.